എൻ്റെ ചോദ്യം റജുൽ മാക്കുറ്റിയോടാണ്. പാലക്കാട് മണ്ഡലത്തിൽ വികസനം എന്ന് പറയുന്നു, നിങ്ങൾ വികസന നായകനാണെന്നൊക്കെ പറയുന്നു ഷാഫി പറമ്പിലിനെ. എന്ത് നായകനാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ നിൽക്കുന്ന പഞ്ചായത്ത്, നിങ്ങളും ഞാനും പ്രതിനിധി ചെയ്യുന്ന പഞ്ചായത്ത് പ്രായിരി പഞ്ചായത്താണ്. പ്രായിരി പഞ്ചായത്തിൽ എന്താണ് ഈ 13 കൊല്ലം കൊണ്ട് ചെയ്തത് ഷാഫി ചെയ്തതെന്ന് നിങ്ങളെക്കാട്ടിയും കൂടുതൽ ഈ പ്രായിരി പഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കറിയാം. ഈ പ്രായിരി പഞ്ചായത്തിൽ ഒരു കല്യാണ മണ്ഡപമുണ്ട്, പഞ്ചായത്ത് കല്യാണ മണ്ഡപം, ഓഡിറ്റോറിയം. അത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് കല്യാണം, എൻഗേജ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കാനുള്ള മണ്ഡപമാണ്. 3 കൊല്ലമായിട്ട് അത് പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീലിൻ്റെ ഭാഗമാണ്. നിങ്ങൾ പരസ്പരം BJPയും കോൺഗ്രസും മാത്രമല്ല ഡീൽ, ഈ നാട്ടിലെ കുത്തക മുതലാളിമാരായിട്ടുള്ള വലിയ വലിയ മണ്ഡപം ഓഡിറ്റോറിയമായിട്ടുള്ള, ഇവിടെ ഒരുപാട് ഓഡിറ്റോറിയങ്ങളുണ്ട് പ്രായിരി പഞ്ചായത്തിൽ. ഇവർ തമ്മിലുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ആ ഫണ്ട് പോലും വിലയിരുത്താതെ 3 കൊല്ലമായിട്ട് MCFന്, മുനിസിപ്പൽ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം, വേസ്റ്റ് പ്രായിരി പഞ്ചായത്തിലെ മാലിന്യം കൂമ്പാരം കൂടി കിടക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഉത്തരം. ഷാഫി പറമ്പിൽ 13 വർഷമായി ഇവിടുന്ന് MLA ആയത്. ഒരു വികസനവും നടത്തിയില്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടുത്തെ ജനങ്ങൾ MLA ആക്കില്ലല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പെരിയാരി പഞ്ചായത്താണ് ഏറ്റവും നല്ല ഭൂരിപക്ഷം കൊടുത്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഷാഫിയെക്കുറിച്ച് അറിയാം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഷാഫിയുടെ വികസനത്തെക്കുറിച്ച് അറിയാത്തതിന് നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, ഇവിടെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി ഈ പഞ്ചായത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ എല്ലാ പദ്ധതി വിഹിതവും പൂർത്തീകരിച്ച് അതിപ്പോൾ വളരെ പെട്ടെന്ന് കമ്മീഷൻ ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സർവ്വതോന്മുഖമായ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ഒരു MLA ആണ് ഷാഫി പറമ്പിൽ. മാത്രമല്ല, നിങ്ങളുടെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, EMS ഇവിടെ മുഖ്യമന്ത്രിയായി കടന്നുപോയ ജില്ലയാണ്. ഈ VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ തൊട്ടടുത്ത നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MLA ആയി മുഖ്യമന്ത്രി ആളാണ്. EK നായനാർ മുഖ്യമന്ത്രി ആയ നാടാണ്. ഈ നാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരണമെങ്കിൽ അത് ഷാഫി പറമ്പിൽ MLA ആയതിനു ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി കേരളത്തിലെ കല്ല് മാത്രമല്ല, അത് കളവാണ്. ദിവസം പറയുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു മീഡിയേറ്റർ, ഒരു മോഡറേറ്റർ ഉള്ളത് കൊണ്ട്, നിങ്ങളെപ്പോലെയുള്ള ഒരു മീഡിയേറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ അതിലൊരു ക്ലാരിറ്റി വരുത്താം. മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? 430 കോടി മുമ്പോട്ട് പ്രതിനിധിയോട് ഒരു ചോദ്യം, ഒരു മറുപടി. മെഡിക്കൽ കോളേജിന് വേണ്ടി UDF ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? കഴിഞ്ഞ 8 വർഷം പിണറായി ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? ഒന്ന് പറയാൻ കഴിയോ? മെഡിക്കൽ കോളേജിന് വേണ്ടി UDF ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? അതുപോലൊപ്പം തന്നെ LDF ഗവൺമെന്റ് ചെലവഴിച്ച തുക എത്ര? മെഡിക്കൽ കോളേജ് സർക്കാരുകൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നു. ആ സർക്കാർ കൊണ്ടുവന്നപ്പോ സ്വാഭാവികമായി പിണറായി വിജയൻ സർക്കാരല്ലേ, ഞങ്ങളല്ലേ, ഷാഫി അല്ലല്ലോ മുഖ്യം. 2013 കൊണ്ടുവന്ന് 2014 കമ്മീഷൻ ചെയ്ത് മുമ്പോട്ട് പോയ മെഡിക്കൽ കോളേജ് പിന്നെ നിങ്ങളല്ലേ ഭരിക്കുന്നത്, ഞങ്ങളാ ഭരിക്കുന്നത്. മുഖ്യമന്ത്രി ഷാഫിയല്ല മന്ത്രി. വീണ ജോർജും പിണറായി വിജയനും ശൈല ടീച്ചറുമായിരുന്നു. ഇവിടെ വഴിതിരിച്ചു കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഈ പറയുന്ന ഒരു MLA എന്ന നിലയിൽ എന്താണ് പരിഹാരം? 2016 തൊട്ട് നിങ്ങൾ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആ മെഡിക്കൽ കോളേജ് ഫണ്ട് അനുവദിക്കും. അത് MLA-യുടെ ഇടപെടലല്ലേ? MLA നിങ്ങൾ ഡയറക്റ്റാണ് ഇടപെട്ടത്. അതെ, ആ തുക ഉൾപ്പെടെ ഈ വികസനത്തിന് വേണ്ടി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിൽ MLA. മെഡിക്കൽ കോളേജ് അത് തുടർ സർക്കാരിന്റെ ഭാഗമാണ്. നിങ്ങൾ വകയിരുത്തിയാലും നിങ്ങൾ ഉത്തരവാദിത്തല്ലേ? ഈ നാട് ഭരിക്കുന്ന നിങ്ങളല്ലേ. ആ മെഡിക്കൽ കോളേജ് ഷാഫി കൊണ്ടുപോയി, ഷാഫിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ഈ സർക്കാരിനല്ലേ, ഈ സർക്കാർ. അടുത്ത ചോദ്യം ആരോടാണ്? ഷാഫി പറമ്പിൽ MLA എന്ത് വികസനം കൊണ്ടുവന്നത് പ്രാരി പഞ്ചായത്ത് വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയാം. കൊടുന്തിരപ്പുള്ളിൽ മൂന്ന് ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ് കൊണ്ടുവന്നത്. ഒരുപാട് ലിങ്ക് റോഡ് പ്രാരി പഞ്ചായത്തിൽ ചെയ്തത് കോൺഗ്രസ്സുകാർ ഒരുപാട് മറ്റേ അഴിമതിയിലേറ്റ് ഒരു MLA എല്ലാം കണ്ടോട്ടെ. ഞാൻ പ്രാരി പഞ്ചായത്തിൽ മുഖം കൂടി കണ്ടോട്ടെ. ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട് കൊടുന്തിരപ്പുള്ളിൽ. ഞാൻ കാണിച്ചു തരാം. കൊടുന്തിരപ്പുള്ളിൽ നമുക്ക് ഒപ്പം പോവാം. പഞ്ചായത്തിലൂടെ ഞങ്ങൾ
കണ്ണാടി പഞ്ചായത്ത് നിങ്ങൾ കണ്ണാടി പഞ്ചായത്തിൽ നടത്തിയ ഈ പിയാരി പഞ്ചായത്ത് എന്നോട് ചോദിച്ചതാണ്, ഞാൻ മറുപടി പറയട്ടെ. എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ മറുപടി പറയാം. ഇത്രേ പറയാനുള്ളൂ. ഈ ചേട്ടനെ നാട്ടുകാരൊന്ന് കണ്ടോട്ടെ. കാരണം പിരായിരി പഞ്ചായത്തിൽ ഒരു വികസനവും ഇല്ലാന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ നാട്ടിൽ UDF കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജും ഇവിടെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. ശരി